ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് 4th മൊഡ്യൂളിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് നോക്കുന്നത്. കീ മാനേജീരിയൽ പേഴ്സണൽ ആണ് KMP അല്ലെങ്കിൽ കീ മാനേജീരിയൽ പേഴ്സണൽ. Under the Companies Act 2013, the constitution of Board of Directors is mandatory for the management and administration of a company. As per section 203 of the Companies Act, every company shall have a team of whole-time key managerial person. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ആൾക്കാർ, ഒരു കീ മാനേജീരിയൽ പേഴ്സണൽസ്, അത് ആസ് പെർ സെക്ഷൻ 203 അനുസരിച്ച് കമ്പനിയിൽ എ ടീം ഓഫ് ഹോൾ ടൈം കീ മാനേജീരിയൽ പേഴ്സണൽ വേണം എന്നാണ്. ആസ് പെർ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 203. അപ്പോൾ ഇതിൽ ആരൊക്കെയാണെന്നാണ് പറയുന്നത്? ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ ദ മാനേജിംഗ് ഡയറക്ടർ ഓർ മാനേജർ. First one, the chief executive officer or the managing director or manager. And second one is company secretary. And third one is whole-time director. Okay. Fourth one is the chief financial officer. And fifth one, such other officers not more than one level below the directors who is in the whole-time employment designated as KMP by the board. Then other prescribed officers. ഇവരാണ് ശരിക്കും എന്താ വിളിക്കുന്നത്? കീ മാനേജീരിയൽ പേഴ്സണൽ എന്ന് വിളിക്കുന്നത്. Provided that an individual shall not be appointed or reappointed as the chairperson. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ എന്താണ്? നോട്ട് ബി അപ്പോയിൻറ്റഡ് ഓർ റീഅപ്പോയിൻറ്റഡ് ആസ് ദ chairperson, managing director or chief executive officer of the company. Date of the commencement of this act unless the articles of such a company provided otherwise. Okay. The management of day-to-day affairs are vested in the hands of key managerial person. ഓരോ day-to-day affairsഉം നോക്കുന്നത് ആരാണ്? നമ്മുടെ കീ മാനേജീരിയൽ പേഴ്സണലാണ്. ഓക്കെ. അപ്പോൾ കീ മാനേജീരിയൽ പേഴ്സണൽ ആരൊക്കെയാണെന്ന് വിളിച്ചു. നോർമലി 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കീ മാനേജീരിയൽ പേഴ്സൺ ആരൊക്കെയാണ്. അപ്പോൾ ഇവരെ എത്രയും വരെ എഴുതുക. നെക്സ്റ്റ്, ഈ കീ മാനേജീരിയൽ പേഴ്സണ് അപ്പോയിൻമെൻറ്റ് ഓഫ് കീ മാനേജീരിയൽ പേഴ്സൺ അത് പറയുന്നത് ആസ് പെർ സെക്ഷൻ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് സെക്ഷൻ 203 സബ് സെക്ഷൻ 1 അതിൽ പറയുന്നതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് കീ മാനേജീരിയൽ പേഴ്സൺ. ഇത് സാധാരണ നമ്മുടെ ഹോൾ ടൈം കീ മാനേജീരിയൽ പേഴ്സണലിനെ അപ്പോയിൻറ്റ് ചെയ്യണത് എങ്ങനെയാണ്? ഒരു റെസൊല്യൂഷൻ ഓഫ് ദ ബോർഡിൻ്റെ ഒരു റെസൊല്യൂഷൻ കൊണ്ടാണ് കീ മാനേജീരിയലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ റെസൊല്യൂഷനിൽ പക്ഷേ എന്തൊക്കെ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദെയർ അപ്പോയിൻമെൻറ്റ് ഇൻക്ലൂഡിങ് ദെയർ റെമ്യൂണറേഷൻസ്. എന്താണ് അവരുടെ ടേംസും കണ്ടീഷൻസും അതുപോലെ തന്നെ എന്താണ് ഇൻക്ലൂഡിങ് ദെയർ റെമ്യൂണറേഷനും പറഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ എന്താണ്? ഹോൾ ടൈം കീ മാനേജർ പേഴ്സൺ ഷാൾ നോട്ട് ഹോൾഡ് ദ ഓഫീസ് ഇൻ മോർ ദാൻ വൺ കമ്പനി എക്സെപ്റ്റ് ഇറ്റ് സബ്സിഡറി കമ്പനി അറ്റ് ദ സെയിം ടൈം. ഒരു കമ്പനിയുടെ കീ മാനേജർ പേഴ്സണലാണെങ്കിൽ വേറൊരു കമ്പനിയുടെ കീ മാനേജർ പേഴ്സൺ ആകാൻ പാടില്ല. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്, സബ്സിഡറി കമ്പനിക്ക് വേണമെങ്കിൽ ആകാം. എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിന് അറ്റ് എ ടൈം ഒരു കമ്പനിയുടെ മാത്രം കീ മാനേജർ പേഴ്സൺ ആകാൻ പറ്റും. അതായത് ഹോൾ ടൈം ഒരു കമ്പനിയിലല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ, 2 കമ്പനിയിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. സോ എന്താണ് ഹോൾ ടൈം കീ മാനേജീരിയൽ പേഴ്സൺ ആണെങ്കിൽ ഒരാൾക്ക് ഒരു കമ്പനിയിൽ മാത്രമേ. ഇനി സബ്സിഡറി കമ്പനി ആണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കുഴപ്പമില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് കമ്പനി ക്യാൻ അപ്പോയിൻറ്റ് ഓർ റീഅപ്പോയിൻറ്റ് എനി പേഴ്സൺ ആസ് ഇറ്റ്സ് KMP except MD for a term exceeding 5 years at a time. കമ്പനിക്ക് അപ്പോയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീഅപ്പോയിൻറ്റ് ചെയ്യുകയോ എനി പേഴ്സൺ ആസ് ഇറ്റ്സ് KMP. അതായത് KMP എന്ന് പറയുമ്പോൾ എന്താണ്? കീ മാനേജർ പേഴ്സൺ എക്സെപ്റ്റ് MD ഫോർ എ ടേം എക്സീഡിങ് 5 years at a time. ഓക്കെ. നെക്സ്റ്റ്, if office of any whole-time key manager is vacant, the resulting vacancy എത്രയാണ് ഫില്ല് ചെയ്തിരിക്കേണ്ടത്? 6 മാസത്തിനകത്ത് തന്നെ എന്ത് ചെയ്യണം? വേക്കൻസി ഫില്ല് ചെയ്തിരിക്കണം വിത്തിൻ എ പീരീഡ് ഓഫ് 6 months.
ആര് ചെയ്യണം? ബോർഡ് അറ്റ് ദെയർ മീറ്റിംഗ് വിത്തിൻ ദ പീരീഡ് ഓഫ് എത്ര മാസം? 6 മന്ത്സിനകത്ത് തന്നെ ഇത് ഫില്ല് ചെയ്തിരിക്കണം. ഇനി ഈ പറയുന്ന ഏതെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനുണ്ട്. പണിഷബിൾ വിത്ത് എ ഫൈനാണ്. എന്താണ്? കമ്പനിക്കാണെങ്കിൽ 1 ലക്ഷം രൂപ മുതൽ മാക്സിമം 5 lakhs വരെ എന്ത് ചെയ്യാം? ഫൈൻ അടയ്ക്കാം. ഫൈന് ചിലപ്പോൾ കിട്ടാം. ഇനി ഏത് കീ മാനേജിയ പേഴ്സണാണ് റെസ്പോൺസിബിൾ? ആ എന്താ പറഞ്ഞ പ്രൊവിഷന് എന്താണ് ചെയ്യാൻ പറ്റാതെ വന്നത്? അത് ആരാണ്? ഏത് കീ മാനേജർ പേഴ്സണാണ് പറ്റാത്തത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മേ എക്സ്റ്റെൻഡ് ടു 50,000. ഇനി ആ തെറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ന് തൊട്ടാണോ ആ കോൺട്രവെൻഷൻസ് തുടങ്ങിയത് അന്ന് തൊട്ട് ഓരോ ദിവസവും 1000 രൂപ വെച്ചടയ്ക്കണം. മനസ്സിലായോ? ഇപ്പോൾ ഒരു പേഴ്സൺ അതായത് ഒരു അപ്പോയിൻമെൻറ്റ് 6 months എന്ന് പറഞ്ഞത് നടന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനിക്ക് എത്ര ലക്ഷം രൂപ? 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കണം. ഇനി ഇപ്പോൾ ഏത് ആളാണോ അതിനെ റെസ്പോൺസിബിൾ അദ്ദേഹം എന്ത് ചെയ്യണം? 50,000 rupees അടയ്ക്കണം. ഇനി ആ തെറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പെർ ഡേ 1000 rupees വെച്ചടയ്ക്കണം. സോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് കീ മാനേജിയർ പേഴ്സൺ. എന്താണ്? കീ മാനേജിയർ പേഴ്സണിനെ പറ്റിയാണ് പഠിച്ചത്. താങ്ക് യു.